പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ജെയിംസ് മണിയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് ഞാൻ മുന്നിലായിരിക്കുന്നത് നമ്മുടെ മഹാനടനായ ഇന്നസെന്റിന്റെ ശവസംസ്കാര കർമ്മങ്ങളെല്ലാം നമ്മൾ ലൈവായിട്ടുണ്ട്. TV-യിൽ നമ്മൾ കണ്ട് ഇരിക്കുകയാണ്. എനിക്ക് ആ ലൈവ് ആയിട്ട് കണ്ടിരിക്കുമ്പോൾ എനിക്കൊരു തോന്നല് വന്നിങ്ങനെയാണ്. നമ്മളൊരു പഴയ ഒരു പഴഞ്ചൊല്ലുണ്ട്, ചെസ് കളിച്ചു കഴിഞ്ഞാൽ രാജ്ഞിയും രാജാവും കുതിരകളും അല്ലെങ്കിൽ കാലാളും അവസാനം ഒരേ പെട്ടിയിൽ. അമ്മേ ഹല്ലേലൂയ. കളി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരേ പെട്ടിയിൽ. ഇന്നസെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 50 വർഷത്തോളം സിനിമാ ലോകത്തിലൂടെ സഞ്ചരിക്കുകയും ഒപ്പം തന്നെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് വരെ വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ ഇന്നസെന്റ് ഇന്ത്യൻ പാർലമെന്റ് അംഗമായി മാറുകയും സാംസ്കാരിക നായകനും അല്ലെങ്കിൽ രാഷ്ട്രീയ നായകനും ഒപ്പം തന്നെ സിനിമ നായകനൊക്കെയായി കേരളവും ഇന്ത്യയുടെ പാർലമെന്റിലൊക്കെ തിളങ്ങി നിന്ന തിളങ്ങിയ ജുബയൊക്കെ ഇട്ടുകൊണ്ട് ഇന്നസെന്റ് പല വേദികളിലും നിന്ന് പ്രസംഗിക്കുന്നതും അഭിനയിക്കുന്നതും നമ്മൾ കണ്ടതാ. ഏകദേശം ക്യാൻസർ രോഗം പിടിപെട്ടപ്പോഴും അത് മാറിയപ്പോഴും ഒക്കെ നല്ലൊരു എഴുത്തുകാരനായിട്ടും അല്ലെങ്കിൽ തന്നെ നർമ്മം കലർത്തിയ വാക്കുകള് വായും തുമ്പത്ത് എപ്പോഴും മറ്റുള്ളവർക്ക് എപ്പോഴും പ്രചോദനം നൽകുന്ന തരത്തിലുള്ള തമാശകളൊക്കെ ആയി പോകുന്ന നമ്മുടെ ഇന്നസെന്റ്. പ്രത്യേകിച്ച് സിനിമാ മേഖലയായി സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇന്നസെന്റിന്റെ തമാശകളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് ആനന്ദം ലഭിച്ചിട്ടുള്ളതാണ്. അപ്പൊ എല്ലാ തരത്തിലും ഒരു സാധാരണക്കാരനായി ഇന്നസെന്റിന്റെ അഭിമുഖത്തിൽ ഇന്നസെന്റ് പറയാറുണ്ട്, എന്താ പറയുന്നത്, ഞാൻ എന്നൊരു വ്യക്തി ചെയ്യാത്ത തൊഴിലുകളില്ല എന്നുണ്ട്. എല്ലാ തൊഴിലുകളും ചെയ്ത് അവസാനം നല്ലൊരു പദവിയിലെത്തിയ ഇരിഞ്ഞാലക്കുടക്കാരൻ. അതെ, നമ്മുടെ ഇന്നസെന്റ്. ചെറിയ കുട്ടികൾ പോലും ആ പേര് ഇന്നസെന്റ് എന്ന് വിളിക്കുന്ന ഒരു പേര്. നമുക്ക് വളരെ ദുഃഖമുണ്ട് ഇന്നസെന്റ് നമ്മളിന്നും വിട്ടുപോകുമ്പോൾ. പക്ഷെ എനിക്ക് വളരെ ശ്രദ്ധ തോന്നിയത് എന്താ വെച്ചെങ്കില് ഈ ദിവസങ്ങള് ഇന്നസെന്റ് മരിച്ചു എന്ന് രാത്രി 10:30 ലക്ഷർ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു എന്ന് കേട്ടപ്പോൾ പ്രമുഖ നായകന്മാര് മമ്മൂട്ടിയും അല്ലെങ്കിൽ അതിനോടൊപ്പമുള്ള പ്രധാനപ്പെട്ട നടന്മാരും അന്ന് രാത്രിയും അല്ലെങ്കിൽ പിറ്റേ ദിവസവും ഒക്കെ ആയിട്ട് ടൗൺ ഹാളിലേക്കും കടവന്തയിലെ സ്റ്റേഡിയത്തിലേക്കും ഒരുപാട് സിനിമാ നടി നടന്മാര് ഒപ്പം തന്നെ നമ്മുടെ സാംസ്കാരിക നായകന്മാര് മന്ത്രിമാര് എന്തിനു പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി വരെ വന്നു ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഇന്ന് പ്രത്യേകിച്ച് ഇന്നേ ദിവസം ചൊവ്വാഴ്ച ശവസംസ്കാരം കർമ്മം നടന്നു. ഒരുപാട് വ്യക്തികൾ വന്ന് പങ്കെടുത്തു. സ്വന്തം നാട്ടുകാരും അല്ലെങ്കിൽ പുറമേയുള്ളവരൊക്കെ വന്ന് ഇരിഞ്ഞാലോട് കത്തീഡ്രൽ ദേവാലയത്തിലെ വളരെ മനോഹരമായ ശവസംസ്കാരം നമ്മൾ കണ്ടു. അമ്മേ ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ ചില വേദനകൾ തോന്നില്ല. ഇങ്ങനെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഇന്നസെന്റിന്റെ ഭൗതിക ശരീരം കാണാനാണ് നമ്മൾ പോകുന്നത്. അത് കാണാനാണ്. കാരണം ആ സഹോദരൻ നമ്മുടെ നാടിനു വേണ്ടി ചെയ്ത ആ നന്മ അല്ലെങ്കിൽ നമ്മുടെ ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറിയതിനെ കുറിച്ച് ആ നായകനെ കാണാനാണ് നമ്മൾ എല്ലാവരും ഓടുന്നത്. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള വേദിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ ഭൗതിക ശരീരം കാണുന്നതിനേക്കാൾ അപ്പുറം അവർക്ക് പ്രത്യേകിച്ച് ആ ഭൗതിക ശരീരം കാണാൻ വരുന്ന നേതാക്കന്മാര്, സിനിമ നടന്മാരായിരിക്കാം, മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കാം, സാംസ്കാരിക നേതാക്കന്മാരായിരിക്കാം, അവരെ കാണാനും അവരെ അടുത്ത് നിന്ന് സെൽഫി എടുക്കാനുള്ള ഒരു തിരക്കാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരുന്നത്. അമ്മേ ഹല്ലേലൂയ. ചിലപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര വേദന തോന്നും. നമ്മളൊക്കെ നടന്മാര്, നമ്മൾ സ്ഥിരമായി കാണുന്ന നടന്മാര് കടന്നു വരുമ്പോഴേക്കും അവർ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും അവരെ ചുറ്റും ക്യാമറമാന്മാര് വേറെ അങ്ങനെ പത്രങ്ങളും യൂട്യൂബേഴ്സും ഒക്കെ ആയിട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനൊപ്പം തന്നെ ജനങ്ങള് അവരെ ഒന്ന് തൊടാനോ അവരുടെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കാനോ ഏത് സമയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ മരിച്ച് കിടക്കുന്ന ആ സമയത്ത് ആത്മാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ അതല്ല, മറിച്ച് അവിടെ വരുന്ന ആ നായകന്മാരും നായികമാരെയൊക്കെ ഒന്ന് കാണാനും ഒന്ന് തൊടാനും ഉള്ള എന്തൊരു അതിനെക്കുറിച്ച് എന്താ പറയാ,
സ്വർഗം കിട്ടുന്ന പോലെയാ. അവരെ അടുത്ത് ചെന്ന് നിൽക്കാനും ഫോട്ടോ എടുക്കാനും അവർ സ്വർഗത്തുന്ന പോലെയാ. അവിടെ ഇന്നസെന്റിന്റെ ഭൗതിക ശരീരം കാണാതെ നമ്മൾ പോകുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പോകുന്നത് ഇങ്ങനെയുള്ള നായകന്മാരും നായികകളും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്ന പോയിന്റ് അതല്ല. ഇന്നസെന്റ് ലോകം മുഴുവൻ വെട്ടി പിടിച്ചു എന്ന് പറയാം അല്ലെ. സാധാരണക്കാരനിൽ തീപ്പെട്ടി കമ്പനി മുതലാളിയായും സിനിമ നിർമ്മാതായിട്ടും കൂലിപ്പണികളൊക്കെ ചെയ്ത് ഇന്നസെന്റ് എന്താ പറയാ ജനഹൃദയത്തിലേക്ക് ചേക്കേറുക മാത്രമല്ല, ഇന്നസെന്റിന്റെ എന്താ പറയാ ഇന്നസെന്റ് കഴിവ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാ തലത്തിലും ഇന്നസെന്റ് വളർന്നു വന്നു. എല്ലാ മേഖല ഇന്നസെന്റ് ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി നമുക്ക് ക്യൂ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥ. അല്ലെങ്കിൽ യൂട്യൂബിൽ പറയുമ്പോൾ ഇന്നസെന്റ് വാക്കുകൾ, നർമ്മം കലർത്തിയ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ഭാര്യ ആലീസിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മകനെ കുറിച്ചും മകനെ കുറിച്ചും മകളെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എന്താ പറയാ അത് കേൾക്കാൻ വളരെ സന്തോഷമാണ്. ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചെങ്കിൽ ഞാൻ മനസ്സിലാക്കില്ല, നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ഈ ദിവസങ്ങൾ മുഴുവൻ ഇന്നസെന്റിനെ കാണാൻ തിക്കും തിരക്കി അവസാനം ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ച രാവിലെ ശവസംസ്കാര കർമ്മങ്ങള് വൈദികരുടെ നേതൃത്വത്തില് ശവസംസ്കാര കർമ്മങ്ങൾ കളയുന്നു. അത് കഴിഞ്ഞ് അവിടെ ജയത്രയാത്രയായി അവിടുന്ന് കടന്നു വന്ന് ദേവാലയത്തിൽ വരുന്നു. ദേവാലയത്തിലുള്ള കർമ്മങ്ങളും കഴിഞ്ഞു. അങ്ങനെ സെമിത്തേരി ഉള്ളിലേക്ക് കടന്നു വരുന്നു. സെമിത്തേരി ഉള്ളിലെ കർമ്മങ്ങള് കഴിഞ്ഞ് അന്ത്യചുംബനവും എല്ലാം കഴിഞ്ഞ് ഇന്നസെന്റിന്റെ പെട്ടി അടയ്ക്കുന്നു. അങ്ങനെ പെട്ടിമേൽ കയറിട്ട് കെട്ടുന്നു. അങ്ങനെ ആ പെട്ടി നേരെ ശവക്കല്ലറയിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങുന്നു. കുറച്ച് പൂവും കുന്തയ്ക്കും ഇതൊക്കെ ഇട്ട് മണലൊക്കെ ഇട്ട് മൂടി എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഇന്നസെന്റ് എവിടെയാ? ആ കോൺക്രീറ്റ് കുഴിക്കുള്ളിലാണ്. ആരും കാണാനില്ല. ഇന്നസെന്റിനെ ആരും കാണാൻ, നമുക്ക് ഇന്നസെന്റിനെ കാണാനും പറ്റില്ല, ഇന്നസെന്റ് ആർക്കും കാണാൻ പറ്റുന്നില്ല. സെൻട്രൽ എ സിയിലെ കാറില്ല, വലിയ കൊട്ടാരം പോലത്തെ വീടില്ല, സ്നേഹിക്കുന്ന തന്റെ ഭാര്യയില്ല, മക്കളില്ല, സിനിമ ആരാധകരില്ല, പാർട്ടി നേതാക്കന്മാരില്ല, സാംസ്കാരിക നേതാക്കന്മാരില്ല, സഭ അധികാരികളില്ല, ആരുമില്ല. ഇതാ ഇന്നസെന്റ് നേരെ പെട്ടിക്കുള്ളിലായി. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ്, ചെസ് കളി കഴിഞ്ഞു കഴിഞ്ഞാൽ റാണിയും രാജാവും കുതിരയും കുതിരപ്പടയാളികളും അല്ലെങ്കിൽ കാലാളന്മാരും അവസാനം ഒരേ പെട്ടിയിൽ എന്ന പോലെ തന്നെ ഇന്നസെന്റ് ആ പെട്ടിക്കകത്തായി. ഒരു ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിനക്കെന്ത് പ്രയോജനം? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 26-ാം തിരുവചനം. ലോകം മുഴുവൻ കീഴടക്കി, എല്ലാം അവസാനം അതെ ഒരു പെട്ടിക്കുള്ളിൽ ഞാനും നിങ്ങളും, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും റഷ്യൻ പ്രസിഡന്റ് ആണെങ്കിലും ചൈനയുടെ പ്രസിഡന്റ് ആണെങ്കിലും അല്ലെങ്കിൽ സിനിമ സ്റ്റാർസ് ആണെങ്കിലും സ്പോർട്സ് താരങ്ങളാണെങ്കിലും ആരാണെങ്കിലും അവസാനം പെട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ചിതയ്ക്കുള്ളിൽ. ഹേ മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ നീ മടങ്ങും. നമ്മുടെ എത്ര സൗന്ദര്യമുള്ള ശരീരമാണെങ്കിലും, എത്ര മസിലുള്ള ശരീരമാണെങ്കിലും, അല്ലെങ്കിൽ എത്ര സുഗന്ധമുള്ള ശരീരമാണെങ്കിലും അവസാനം നമ്മുടെ ശരീരം മണ്ണായി മാറുന്നു. ഈ ഒരു നഗ്ന സത്യം പ്രത്യേകിച്ച് 50 നോമ്പ് നമ്മളിങ്ങനെ സമാപനത്തിലേക്ക് കടക്കുമ്പോൾ, ഒരു ദുഃഖവിളിയും അല്ലെങ്കിൽ ഒരു ഉയർപ്പിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പണം, അതെ പണം വേണം നമുക്ക്, മനുഷ്യന് പണം വേണം, പ്രതാപം വേണം, നമുക്ക് എല്ലാം നമുക്ക് വേണം. അതിനപ്പുറമായി എന്റെ ആത്മാവിനെ രക്ഷയ്ക്കുള്ള എന്ത് കാര്യമാണ് ഞാൻ ചെയ്യുന്നത്? നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട വലിയൊരു വിഷയമാണത്. എന്റെ ശരീരം ഉയർപ്പിക്കപ്പെടും, ക്രിസ്തുവിന്റെ ശരീരം ഉയർപ്പിക്കപ്പെടുമെങ്കിൽ എന്റെ ശരീരവും ഉയർപ്പിക്കപ്പെടും, നമ്മുടെ ശരീരം ഉയർപ്പിക്കപ്പെടും, നമ്മുടെ ആത്മാവ് ഉയർപ്പിക്കപ്പെടും. ഈ ഉയർപ്പിക്കപ്പെടുമ്പോൾ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം ഞാൻ അവകാശമാക്കാൻ വേണ്ടി എനിക്ക് ഭൂമിയിൽ കിട്ടിയ 60, 70, 80, 100 വർഷം എനിക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു?
സുവിശേഷത്തിലെ 25 പറയുന്നുണ്ടോ? വചനം വ്യക്തമായി പറയുന്നില്ലേ? ഞാൻ പരദേശിയായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, അപ്പോൾ നീ എന്നെ സന്ദർശിച്ചോ? ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ സന്ദർശിച്ചോ? നീ എന്നെ ഉടുപ്പിച്ചോ? അതോ ഈ ലോകം തരുന്ന താൽക്കാലികമായ ആ സന്തോഷത്തിന്റെ പിന്നാലെയാണോ ഞാനും നിങ്ങളും നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്? എന്റെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനാണോ ഞാൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ 4000, 5000, 10000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങിൽ 1, 2 പേരും മാത്രം ഇരിക്കാനാണോ ഞാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? എന്റെ മക്കൾക്ക് ഇഷ്ടം പോലെ സമ്പത്ത് ഉണ്ടാക്കാനാണ് ഓടിയിരിക്കുന്നത്? മറിച്ച് ദൈവം ഇങ്ങനെ ഓരോ മരണങ്ങളിലൂടെ, ഓരോ പ്രമുഖ വ്യക്തിയുടെ മരണങ്ങളിലൂടെ, ഒരു സുനാമിയിലൂടെ, അല്ലെങ്കിൽ കോവിഡ് കന്നപ്പോൾ അനേകായിരങ്ങള് മരിച്ചപ്പോൾ, ഇല്ലെങ്കിൽ 2015 വെള്ളപ്പൊക്കത്തിലൂടെ, ഇങ്ങനെ പല വിധത്തിലും പല രൂപത്തിലും ഭാവത്തിലും എനിക്കും നിങ്ങൾക്കും മുന്നറിയിപ്പുകൾ തരുമ്പോൾ ആ മുന്നറിയിപ്പിനെ അവഹേളിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ, എന്റെ ശരീരം പുഴുക്കോൾക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എന്റെ ഭാര്യ, എന്റെ ഒപ്പം നിന്നിരുന്ന ഭാര്യ, ഞാൻ ചോദിക്കുന്ന ചായയും ഞാൻ ചോദിക്കുന്ന എന്തും അത് ഉണ്ടാക്കി തരുന്ന എന്റെ ഭാര്യ, എന്റെ പൊന്നോമന്റെ മക്കള്, അല്ലെങ്കിൽ എന്റെ സ്നേഹിതരെ എല്ലാവരും ഉപേക്ഷിച്ച് അവസാനം ഞാൻ മണ്ണിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ എന്റെ ആത്മാവിനുള്ള ഉത്തരം എനിക്കും നിങ്ങൾക്കും കൊടുക്കാൻ സാധിക്കുമോ? ഒരു ഇന്നസെന്റിന്റെ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ആ വ്യക്തി നല്ലത് ചെയ്തോ പൊട്ട ചെയ്തോ ഒക്കെ കർത്താവ് തീരുമാനിക്കട്ടെ. ഞാനും നിങ്ങളും ഇതുപോലെ മോശമായ മനുഷ്യ, ഇന്ന് രാത്രി ഇപ്പോ നിന്റെ ആത്മാവിനെ ഞാൻ എടുത്താൽ, ഈ 50 നോമ്പ് കാലഘട്ടത്തിലെ ഈ അവസാന നിമിഷത്തിലെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലമാണ്. വെറുതെ ആചാരങ്ങൾ അന്വേഷിക്കാതെ ഇറച്ചി മീനും അല്ലെങ്കിൽ മദ്യം ഞാൻ നിർത്തിയെന്ന് പറയില്ല. അതിനപ്പുറമായി എന്റെ ശരീരം ഈ ഭൂമിയിൽ ഇല്ലാതായി മാറും, മണ്ണായി തീരും. പക്ഷെ എന്റെ ആത്മാവ്, ഈ ആത്മാവിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ഒരു വലിയൊരു ചിന്ത ഇന്നസെന്റിനോടുകൂടി നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:3 പ്രകാരം വീണ്ടും പരിശുദ്ധാത്മാവിന് ജനിച്ച് ഒരു പുതിയ വ്യക്തിയായി മാറാൻ ഇവരുടെ ഈ 50 നോമ്പ് കാലഘട്ടം അതിനുവേണ്ടി കൃപ നമുക്ക് ലഭിക്കട്ടെ. എനിക്കും നിങ്ങൾക്കും അത് കൃപയിൽ നിറയട്ടെ. ആമേൻ.